ഇന്ന് അമേരിക്കയുടെ ഭാഗമായ അലാസ്ക ഒരു കാലത്ത് റഷ്യയുടേതായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? 1800കളുടെ പകുതിയിലാണ് ക്രീമിയൻ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഫ്രാൻസും ബ്രിട്ടനും ഒട്ടോമൻസും സെർദിന പീഡ്മോണ്ടും അടങ്ങിയ സഖ്യകക്ഷികൾ റഷ്യയെ പഞ്ഞിക്കിടുന്നു. അതോടെ തങ്ങളുടെ കയ്യിലുള്ള അലാസ്ക എന്ന പ്രദേശം ബ്രിട്ടൻ കൈയെടുക്കുമോ എന്ന ഭീതി റഷ്യൻ രാജാവായ സാർ അലക്സാണ്ടറിനുണ്ടാകുന്നു. തങ്ങളുടെ പക്കലുള്ള പ്രദേശം പുറമെക്കാർ റാഞ്ചിയെടുക്കുന്നതിനേക്കാൾ ഭേദം ആ സ്ഥലം വിൽക്കുന്നതാണ് നല്ലതെന്ന് രാജാവിന് തോന്നുന്നു. അങ്ങനെ അന്നത്തെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന വില്യം എച്ച് സിവാർഡിന് ഇത് നല്ലൊരു ഡീലാണെന്ന് തോന്നുന്നു. അങ്ങനെ $7.2 മില്യൺ അലാസ്കയെ അമേരിക്ക സ്വന്തമാക്കുന്നത്. അതായത് 1 ഏക്കറിന് 2 സെന്റ് എന്ന തോതിൽ. 1867 ആ എമൗണ്ട് ഇന്നത്തെ അവസ്ഥയിൽ 140 to 160 ബില്യണോളം വരും. പക്ഷേ ആവശ്യമില്ലാത്ത ഒരു ഐസ് പ്രദേശം വാങ്ങുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞ് വില്യമിനെ പലരും ട്രോളുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ 20ാം നൂറ്റാണ്ടിൽ അലാസ്കയുടെ പല ഭാഗത്തും ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, ഓയിൽ എന്നീ പല മിനറൽസും കണ്ടുപിടിച്ചു. അതോടെ അലാസ്ക എന്ന പ്രദേശം അമേരിക്കക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറി. ഈ കാലയളവിൽ പ്രതിവർഷം $16 to 20 ബില്യൺ വരെയാണ് അലാസ്കയിൽ നിന്ന് മാത്രം അമേരിക്കക്ക് കിട്ടുന്നത്. ഈ ഡീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ചരിത്രം മനസ്സിലാക്കാൻ ഫോളോ ചെയ്യുക.